ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജിജോ. ഈ ഒരു വീഡിയോയിലൂടെ അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ FMG നാട്ടിൽ ക്ലിയർ ചെയ്തതിനു ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു, ഈ ഒരു കൺട്രിയിലേക്ക് വിസിറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേഷൻസ് ഒക്കെ കോളേജിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇനി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇനി വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. തജിക്കിസ്ഥാൻ എന്ന കൺട്രിയിലെ ഏറ്റവും മികച്ച MBBS യൂണിവേഴ്സിറ്റിയാണ് അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 1939 ഈ ഒരു യൂണിവേഴ്സിറ്റി തജിക്കിസ്ഥാനിൽ സ്ഥാപിതമാകുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് അബു അലി ഇബ്നു സിനോ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇത് അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന നെയിമിലേക്ക് മാറുകയായിരുന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ ഒരു സംഘടനയുടെ അപ്രൂവൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരു കോളേജാണ് ATSM അല്ലെങ്കിൽ അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ ഏത് യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പഠിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടുന്ന കാര്യമാണ് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്രൂവൽ ഉള്ള കോളേജ് ആണോ അല്ലയോ എന്നത്. കാരണം NMCയുടെ അപ്രൂവൽ ഇല്ല എങ്കിൽ നമുക്ക് ഫോറിൻ സ്റ്റുഡൻസിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പഠനം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തില്ല. ആ എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ NMCയുടെ അപ്രൂവൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരു കോളേജാണ് അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. NMCയുടെ മാത്രമല്ല WHO, അതുപോലെ യുനെസ്കോ, ഫെയ്മ തുടങ്ങിയ സംഘടനകളുടെയും അക്രഡിറ്റേഷൻസും അപ്രൂവലും ഉള്ള ഒരു കോളേജാണ് അവിസന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് ലോകമെമ്പാടുമുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ തുടർ പഠനം ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് NMCയുടെ പുതിയ റൂൾ പ്രകാരം നമ്മുടെ അവിസന്നയിൽ 6 വർഷമാണ് കോഴ്സ് വരുന്നത്. അതായത് 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. 5 വർഷത്തെ കോഴ്സ്, 1 വർഷത്തെ ഇന്റേൺഷിപ്പ്. സോ ടോട്ടൽ 6 വർഷമാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മളിപ്പം ചില കൺട്രീസിലൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 3, 4, 5 മണിക്കൂർ മേ ബി നമുക്ക് വീണ്ടും ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ട്രാവൽ ചെയ്യണം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങണമെങ്കിൽ. പക്ഷെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാവൽ വരുന്നുള്ളൂ. ഇനി യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റൽ സൗകര്യങ്ങളും യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഏകദേശം 10,000-ൽ കൂടുതൽ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. 10,000-ൽ കൂടുതൽ സ്റ്റുഡൻസ്, 15ഓളം ഫോറിൻ കൺട്രീസിലുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1000-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്ന് 550-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും മലയാളീസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇത്രയും പേര് ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹോംലി ഫീൽ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഒരു കൊച്ചു കേരളം എന്ന് തന്നെ പറയാം. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കോച്ചിങ് സ്റ്റൈലൊക്കെ പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ പ്രൊഫസേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമുക്ക് FMG എന്ന അല്ലെങ്കിൽ പോട്ടെ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് എന്നൊരു എക്സാം ആണ് വരുന്നതെങ്കിൽ എന്തായാലും അതിനുള്ള ഒരു കോച്ചിങ് ഫസ്റ്റ് ഇയർ മുതലേ നമുക്ക് തരുന്നു എന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് FMG എന്ന എക്സാം പാസ്സാവാനായിട്ട് സാധിച്ചു. ഇപ്പൊ ഞാൻ ആ എക്സാം പാസ്സായിട്ടാണ് തജിക്കിസ്ഥാനിൽ ഒരു വിസിറ്റ് ഇവിടെ ചെയ്യാനാണ്, നമ്മുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം തജിക്കിസ്ഥാൻ. സോ അതുകൊണ്ടാണ് എഗെയിൻ ഇവിടെ വീണ്ടും വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. സോ അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ് തജിക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ കോളേജിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഫസ്റ്റ് ഇയർ മുതലേ തന്നെ ഇങ്ങനെ ഒരു കോച്ചിങ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ പാസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോൾ 30% താഴെയുള്ളൂ FMG എന്ന എക്സാം, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിന്റെ പാസ് റേറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ വിദേശത്ത് ഏത് കൺട്രിയിൽ പഠിച്ചാലും ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സാം നമ്മൾ പാസ്സാവണം. അപ്പോ അതാണ് ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. മിക്ക കുട്ടികളും അതുകൊണ്ടാണ് പുറത്തേക്ക് പോയിട്ട് പഠിക്കാനായിട്ട് വിസമ്മതം കാണിക്കുന്നത്. ഈ ഒരു എക്സാം പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞത്. എന്നാൽ നമ്മുടെ കുട്ടികളുടെ പാസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിസന്നയിൽ അത് ഭയങ്കര മിറക്ലസ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഒരു പാസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ more than 75% സ്റ്റുഡൻസ് പാസ് ആവുന്നു എന്നതാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ.
ബാക്കിയുള്ളവര് സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും അത് ക്ലിയർ ചെയ്യുന്നു. അതൊരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും പാസ് റേറ്റ് അതാണല്ലോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പൊ പുറത്ത് ഏതൊരു കോളേജിൽ പഠിച്ചാലും നമുക്ക് തിരിച്ചു വന്ന എക്സാം പാസ്സായില്ലെങ്കിൽ കാര്യമില്ല, നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അതില് നമ്മുടെ സ്റ്റുഡൻസ് മുന്നിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ഒരു കോളേജ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. 550 മലയാളി സ്റ്റുഡൻസ് ഒരു കോളേജിൽ പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത്രയും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കോളേജിന്റെ ഫെസിലിറ്റീസ് അത്രയും മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജ്. ഇനി ബാക്കി സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ അത് നമ്മുടെ തജിക്ക് പ്രൊഫസേഴ്സും റഷ്യൻ പ്രൊഫസേഴ്സും എല്ലാവരും ഉണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇന്ത്യൻ പ്രൊഫസേഴ്സിന്റെ കാര്യം തന്നെയായിരുന്നു. ഓക്കെ, ഇത് പോയിട്ട് നമുക്ക് ഇനി ഇവിടെ ശരിക്കും പറഞ്ഞാൽ 62 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ATSM നമ്മുടെ അവിസന്ന യൂണിവേഴ്സിറ്റിയിൽ 62 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മുടെ സിലബസ് പ്രകാരം 19 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. 19 സബ്ജക്ട്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതേ ഇന്ത്യൻ സിലബസ് ആണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് FMGയുടെ മറ്റൊരു പോസിറ്റീവ് സൈഡ് അതാണ്. നമുക്ക് ഈ ഇന്ത്യൻ സിലബസ് തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നാട്ടിൽ വന്ന് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വീണ്ടും എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സോ ഈ 19 വിഷയത്തിന്റെയും പ്രാക്ടിക്കൽ സബ്ജക്ട്സ് വരുന്നതെല്ലാം തേർഡ് ഇയർ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതലേ അവർ നമ്മളെ സർജറി ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങുന്നു. തേർഡ് ഇയർ മുതൽ പിന്നെ നമ്മൾ ഫുൾ ഹോസ്പിറ്റലിലാണ് നമുക്ക് ക്ലാസ് വരുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡിലുള്ള മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇതിന് ചുറ്റും ഈ ഒരു മെഡിക്കൽ കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. എല്ലാ സബ്ജക്ട്സിന്റെയും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് പോയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ചുറ്റിക്കൊണ്ട് ഏകദേശം 15ഓളം ഹോസ്പിറ്റലുണ്ട്. ഏകദേശം 15ഓളം ഹോസ്പിറ്റൽസ്. ഗൈനക്കോളജിക്ക് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 4ഓളം ഹോസ്പിറ്റൽസ് ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹോസ്പിറ്റൽസിലും നമുക്ക് ക്ലാസ് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മലയാളി സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 130 കുട്ടികളാണ്, 130 സംതിങ് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഒറ്റ ക്ലാസ്സിലല്ല അവർ ഇരുത്തുന്നത്. ലെക്ചറിന് മാത്രം മേ ബി ഇതിൽ പകുതി പേര് ഒരുമിച്ച് കാണും. ബാക്കി 18 വീതം കുട്ടികളെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിച്ചിട്ട് 18 സ്റ്റുഡൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നു. ബാക്കി അടുത്ത 18 പേരെ അടുത്തൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഒരു ക്ലാസ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കുക, കുറച്ചുകൂടെ അവരുടെ സ്റ്റഡി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്റ്റഡീസ് മെച്ചപ്പെടുത്തുക എന്ന ഒരു ഐഡിയയിലാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ഇയർ മുതലായാലും അങ്ങനെ തന്നെയാണ്. 18 അല്ലെങ്കിൽ മാക്സിമം പോലെ ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസേ കാണത്തുള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിച്ചാണ് നമുക്കിവിടെ ക്ലാസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു യൂണിവേഴ്സിറ്റി ചുറ്റിക്കൊണ്ടുള്ള 15ഓളം ഹോസ്പിറ്റൽ, ഈ ഒരു ഓപ്പോസിറ്റ് ഉള്ള മെഡിക്കൽ കോളേജിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ചുറ്റുപാടുള്ള ഓരോ ഇപ്പൊ പീഡിയാട്രിക് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ പീഡിയാട്രിക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗൈനക്കോളജിക്ക് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഓരോ സെഷനും നമുക്ക് ചുറ്റുപാടുമുള്ള ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം വരുന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പേഷ്യൻസുമായിട്ടുള്ള കോണ്ടാക്റ്റും കൂടുന്നു. സോ ഇതാണ് നമ്മുടെ അവിസന്നയുടെ സ്റ്റഡി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. പിന്നെ മെയിൻലി മീഡിയം ഇംഗ്ലീഷ് നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഏത് ലാംഗ്വേജിലാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഒത്തിരി ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റി ഏറ്റവും ആദ്യമേ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നേരത്തെ തന്നെ സ്ഥാപിതമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ തജിക്കിസ്ഥാനിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് മോർ ദാൻ 10,000 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പം പല കൺട്രീസിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഈ കൺട്രിയിൽ നിന്നുള്ള കുട്ടികൾ തന്നെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടി ഇംഗ്ലീഷ് എന്നൊരു മീഡിയം, അതുപോലെ തന്നെ ബാക്കി സ്റ്റുഡൻസിന് റഷ്യൻ മീഡിയം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മീഡിയം ഓഫ് സ്റ്റഡി ഇംഗ്ലീഷാണ്. സോ അതുകൊണ്ട് അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിനെ ആക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസും ഉണ്ട്. ഇതിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളും അവരുടെ മെസ് ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം ഹോസ്റ്റലും നമ്മുടെ തന്നെ കുക്കുമാര്, ഇപ്പൊ ഇവിടെ 3 കുക്കുമാര് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം മെസ് ഫെസിലിറ്റീസ് ആണ്. അതും നമ്മുടെ അതേ നാട്ടിലെ അതേ ഫുഡ് തന്നെയാണ് നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. മാത്രമല്ല, ഹോസ്റ്റലില്
നമ്മുടെ കെയർ ടേക്കേഴ്സ് ആയിട്ട് നാട്ടിൽ നിന്നുള്ള ചില ഫാമിലീസിനെ അവര് യൂണിവേഴ്സിറ്റി ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ളവർ തന്നെയാണ്. സോ നമുക്ക് എന്ത് ആവശ്യം വന്നാലും അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവര് ഹാൻഡിൽ ചെയ്യാനായിട്ട് 24 hours നമ്മുടെ കെയർ ടേക്കേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അവർ നാട്ടിൽ നിന്നുള്ളവർ തന്നെയാണ്. കോളേജ് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള എക്സാംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ പോയിട്ട് അറിയാലോ, നമുക്ക് NMCയുടെ FMG എന്ന എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നൊരു എക്സാം വരാം ഫ്യൂച്ചറിൽ. അപ്പൊ ഇതെല്ലാം MCQ ബേസ്ഡ് എക്സാം. സോ MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്, അതുപോലെ റിട്ടൺ എക്സാമും നമുക്ക് കോളേജിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ ഒരു വിഷയത്തിന് ഇങ്ങനെ 2 എക്സാംസ് വരാറുണ്ട്. അത് പോയിട്ട് ഇനി എല്ലാവരുടെ ഒരു ഡൗട്ടാണ് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ വിദേശ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫീസ് കുറച്ച് അടച്ചാൽ മതി. തീർച്ചയായിട്ടും അവിസെന്ന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട്. ആ എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൽ വരികയാണെങ്കിൽ ടോപ്പിൽ വരുന്ന കുറച്ച് പേർക്കുണ്ട് കേട്ടോ. ആ കുറച്ച് പേർക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ഫീലിൽ തന്നെ നമുക്ക് ഈ ഒരു കോളേജിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. ക്ലൈമറ്റ് നമ്മൾ പറയുമ്പോൾ ക്ലൈമറ്റ് നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ ക്ലൈമറ്റ് നോക്കി അറിയാം, ഗൂഗിൾ ചെയ്യുമ്പോൾ അറിയാം, ഇവിടെ ഹാഫ് ടൈം തണുപ്പായിരിക്കും, ഹാഫ് ടൈം ചൂടായിരിക്കും. അതായത് ഹാഫ് ടൈം വരെ തണുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഡേയ്സ് സ്നോ വരാം. അപ്പൊ ഞാൻ ഇന്നത്തെ ഇവിടെ മഴയൊക്കെ മൂടി കിടക്കുകയാണ്. നാളത്തെ ഒരു ഡേയുടെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ സ്നോ ആണ് കാണിക്കുന്നത്. സോ വളരെ കുറച്ച് ദിവസങ്ങളെ ഇവിടെ സ്നോ കാണത്തുള്ളൂ. അതിനുശേഷം പിന്നെ ചൂടാവാൻ തുടങ്ങും. ചൂടിച്ചിരി കൂടുമ്പോഴാണ് നമുക്ക് ലീവ് കിട്ടുന്നത്. ലീവ് ചൂട് കൂടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടി. ഏകദേശം 2.5 മാസത്തോളം നമുക്ക് ലീവ് കിട്ടുന്നുണ്ട്. ആ ലീവ് വരുന്നത് ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമുക്കുള്ള ആ ലീവ് വരുന്നത്. ഓക്കെ, ഇനി സെം വൈസ് ആണ് നമുക്കിവിടെ സ്റ്റഡീസ് വരുന്നത്. അതുപോലെ സെം ലീവും അവൈലബിൾ ആണ്. ഇനി മറ്റുള്ള ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ, സ്പോർട്സ്, ആർട്സ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള സ്പോർട്സും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് പോയിട്ട് നമ്മൾ ഇത്രയും മലയാളി സ്റ്റുഡൻസ് ഒരുമിച്ചുള്ളത് കൊണ്ട് നമ്മളായിട്ട് തന്നെ ഇവിടെ ഒത്തിരി സ്പോർട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റഡിയുടെ കൂട്ടത്ത് നമ്മൾ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഈ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അപ്പൊ നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി ഇതിനെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി. കാരണം ഇപ്പൊ ഞാനൊക്കെ പാട്ട് പാടാനൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ എനിക്കും ഇപ്പൊ കോളേജിൽ നിന്ന് ഒത്തിരി ദൂരെയൊക്കെ നമ്മുടെ കോളേജിനെ റിപ്രസെന്റ് ചെയ്ത് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പാട്ട് പാടാനൊക്കെ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോളേജായിട്ട് നമുക്ക് തരുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. അപ്പൊ ഇതെല്ലാം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജിലെ മറ്റൊരു ഫെസിലിറ്റിയാണ് ഒരു ലൈബ്രറി. ഈ ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ് കോപ്പീസ് അടങ്ങിയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. അതുപോലെ 24 hours നമുക്ക് വൈഫൈ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആഘോഷിക്കാനായിട്ട് പറ്റും. മെയിൻ ഫെസ്റ്റിവൽസ് എല്ലാം നമുക്ക് ഇവിടെ ആഘോഷിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രെയർ, അങ്ങനത്തെ ഓരോ റിലീജിയനും അവരവരുടേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അവരവരുടെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ആരാധനാലയങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ പുറത്തേക്ക് മറ്റൊരു വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അവരെ അയക്കുന്ന കൺസൾട്ടൻസ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബ്ലെസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് കൺസൾട്ടൻസി. കാര്യം എന്ന് പറഞ്ഞാൽ 100% ഷുവർ അവർ ജെന്യൂൻ ആയിരുന്നു. കാരണം ഒത്തിരി തട്ടിപ്പുകൾ ഈ കാലത്ത് നടക്കുന്ന ഒരു മേഖലയാണ് ഈ കൺസൾട്ടൻസീസ്. അംഗീകാരം ഇല്ലാത്ത കൺസൾട്ടൻസി, ലൈസൻസ് ഒക്കെ ഇല്ലാത്ത പല കൺസൾട്ടൻസീസും ഒക്കെ ഉണ്ട്. പിന്നെ അതുവഴിയൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ വിട്ടു, അവർ പൈസ തട്ടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി വാർത്തകൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു. അതായത് ഞങ്ങളെ കൊണ്ടുവന്നത് ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആയിരുന്നു. അപ്പോൾ അവര് ഫസ്റ്റ് ഇയർ അന്ന് ആ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് അന്ന് കണ്ടത് മുതൽ ഈ നിമിഷം വരെ, ഞാൻ ഈ പാസ്സായി ഈ നിമിഷം വരെയും ഒരു കോണ്ടാക്ട് അവരുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഫുൾ ടൈം അവരുടെ സ്റ്റാഫ് നമുക്കിവിടെ 24 hours ഹോസ്റ്റലിൽ തന്നെ അവരുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും ഷെയർ ചെയ്താലും നമ്മൾ വിളിച്ചാലും എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും എല്ലാം അവർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഹൈലി ബ്ലെസ്ഡ് ആയിരുന്നു. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എന്റെ മാക്സിമം കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം.
ഞാൻ ഈ ഒരു കോളേജിൽ പഠിച്ചു പാസ്സായ ഒരു വ്യക്തിയാണ്. നാട്ടിൽ പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ FMG ക്ലിയർ ചെയ്ത് വീണ്ടും ഒരു വിസിറ്റിന് വേണ്ടി തജിക്കിസ്ഥാനിൽ വന്നൊരു വ്യക്തിയാണ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റും, നമുക്ക് വിശ്വസിച്ച് നമ്മളെ സ്റ്റുഡൻസിനെ ഈ ഒരു കോളേജിലേക്ക് അയക്കാം. അവർ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കും, തിരിച്ചു വന്നിട്ട് അവരും ഈ ഒരു എക്സാം പാസ്സാവും, ഉറപ്പായിട്ട് പാസ്സാവും. അതാണല്ലോ നമുക്ക് വേണ്ടത്. 100% ഷുവർ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളെ സ്റ്റുഡൻസിനെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വിടാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും, പ്രത്യേകിച്ച് പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നെയോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോളേജിന്റെ ഇപ്പൊ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നേരത്തെ ഇവിടെ ആയിരുന്നപ്പോൾ എടുത്ത മറ്റ് ഹോസ്പിറ്റൽസിന്റെ എല്ലാം, നമ്മുടെ മെഡിക്കൽ കോളേജസിന്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് നമ്മുടെ MBBS കോളേജ് എന്ന പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു.